BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പരിസ്ഥിതി എന്നത് മുൻഗണന കൊടുക്കേണ്ട വിഷയമാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും ഒരുപോലെയാണെന്നും പ്രകൃതിയുടെ ആരോഗ്യം തകർന്നാൽ മനുഷ്യന് നിലനിൽപ്പില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം പരിസ്ഥിതിയെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും പരിഗണിക്കാതെ സർക്കാർ ഒരു പദ്ധതിയും നടപ്പാക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് ലോക പരിസ്ഥിതി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക പരിസ്ഥിതി ദിനമാണ് ഇന്ന്. നമ്മുടെ പരിസ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോറിറ്റി കൊടുക്കേണ്ട, ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട ഒരു വിഷയമാണ്. ലോകത്ത് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ച ഒരു പുതിയ ആശയമാണ്. വൺ ഹെൽത്ത് എന്നാണ് പറയുന്നത്. വൺ ഹെൽത്ത് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ആരോഗ്യം മാത്രമായിട്ടൊരു ആരോഗ്യമില്ല. പ്രകൃതിയുടെ ആരോഗ്യവും മനുഷ്യൻ്റെ ആരോഗ്യവും ഒന്ന് തന്നെയാണ്. പ്രകൃതിയെ മുഴുവൻ തകർത്ത് പ്രകൃതിയുടെ ആരോഗ്യം തകർത്താൽ മനുഷ്യൻ്റെ നിലനിൽപ്പില്ല. 2018 മഹാമാരിക്ക് ശേഷം വൺ ഹെൽത്ത് എന്നുള്ള ആശയം ലോകം മുഴുവൻ ഇപ്പോൾ പ്രചരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഞാനൊരു 20 വർഷം മുമ്പ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പ്രസംഗിച്ചു. അപ്പോൾ എൻ്റെ ഉള്ളിലെ ധാരണ ഈ ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം എൻ്റെ ഒരു ജനറേഷനിലോ എൻ്റെ മകളുടെ ജനറേഷനിലോ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ഒരു 100 വർഷം കഴിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നായിരുന്നു എൻ്റെ ഉള്ളിലിരുന്ന് വിചാരം. പക്ഷേ ഒരു ദശാബ്ദകാലം പോലും വേണ്ടി വന്നില്ല കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സിഗ്നൽ നമുക്ക് ലഭിക്കാം. സിഗ്നലാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സിഗ്നൽ മാത്രം. വലിയ സൈറൺ മുഴങ്ങാൻ പോവുക, വലിയ സൈറൺ, അപകടത്തിൻ്റെ സൈറൺ. അപ്പോൾ മനുഷ്യന് പ്രകൃതി നൽകുന്ന ചില സിഗ്നലുകളുണ്ട്, സൂചനകളുണ്ട്. ആ സൂചനകൾ മനുഷ്യൻ അവൻ്റെ സവിശേഷമായ ബുദ്ധിശക്തി കൊണ്ട് മനസ്സിലാക്കി ആ സിഗ്നലുകളെ അനലൈസ് ചെയ്ത് അപകടകരമായ സാധ്യതകളെ ഇല്ലാതാക്കാൻ മനുഷ്യൻ നടത്തുന്ന പ്രവർത്തനമാണ് ഇനിയിപ്പോൾ പരിസ്ഥിതി പ്രവർത്തനം. പ്രകൃതിയെ സംരക്ഷിക്കുക, അല്ലേ? ഇൻസ്പയർഡ് ബൈ ദ ഫ്യൂച്ചർ, ഫോർ ദ ക്ലൈമറ്റ്, ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. ഇൻസ്പയർഡ് ബൈ ദ നേച്ചറാണ്. പ്രകൃതിയെ നമ്മൾ പ്രചോദിതരായി നമ്മുടെ ഭാവിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും നമുക്ക് കൃത്യമായ സങ്കല്പങ്ങൾ ഉണ്ടാകണം. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു, ഈ സർക്കാർ നടപ്പാക്കാൻ പോകുന്ന എല്ലാ പദ്ധതികളുടെയും ഒരു മേജർ കമ്പോണൻറ്റ് അത് ഈ ക്ലൈമറ്റ് ചേഞ്ചും എൻവയോൺമെൻറ്റും ആയിരിക്കും. അതിനെ പരിഗണിക്കാതെ ഒരു പദ്ധതിയും നടപ്പാക്കില്ല. കാരണം അത് നടപ്പാക്കിയാൽ പ്രകൃതിയെ മുഴുവൻ തകർത്ത് പരിസ്ഥിതിയെ മുഴുവൻ തകർത്ത് ഉള്ള വികസനമല്ല, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റാണ്. സന്തുലിതമായ വികസനമാണ് വേണ്ടത്. വികസനം വേണം, നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാകണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. പക്ഷേ പ്രകൃതിയെ തകർത്തോ പരിസ്ഥിതിയെ തകർത്തോ ഒരു വികസനത്തിൻ്റെയും പുറകെ പോകില്ല. ഇത് കൃഷിവകുപ്പ് കൂടി നടത്തുന്ന പരിപാടിയാണ്. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ മിത്രങ്ങൾ ആരാണ്? ഞാൻ പറയും കർഷകരാണ് പരിസ്ഥിതിയുടെ മിത്രങ്ങൾ. ചില ധാരണകളുണ്ടായി നമ്മുടെ സമൂഹത്തിൽ, കേരളീയ സമൂഹത്തിൽ. കർഷകർ പരിസ്ഥിതിയുടെ ശത്രുക്കളാണ്. തെറ്റായ ധാരണയാണ്. ആ പരിസ്ഥിതിയെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നവർ ചെടികൾ നട്ടുപിടിപ്പിച്ചും, അല്ലേ, മരങ്ങൾ നട്ടുവളർത്തിയും പ്രകൃതിക്ക് പോറലേൽപ്പിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് കർഷകർ. ആ കർഷകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് നമ്മൾ പദ്ധതികൾ ഉണ്ടാക്കി കൊടുക്കണം. കാർഷികമായ ഒരു സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോകണം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.